हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. ഇന്ന് 31 32 ശ്ലോകം ചെല്ലാം. 30-ാമത്തെ ശ്ലോകം കഴിഞ്ഞു. ചന്ദ്രാംശൂർ ഭാസ്കരദ്വിതി. അപ്പം ഇന്ന് 31 32. അമൃതാംശുദ്ഭവോ ഭാനോ ശശബിന്ദു സുരേശ്വര ഔഷധം ജഗദസ്സേതു സത്യധർമ്മപരാക്രമ ഭൂതഭവ്യഭവന്നാഥ പവനഃ പാവനോ നല കാമഃ കാമകൃത് കാന്ത കാമകാമപ്രദ പ്രഭു. നമ്മൾ എടുക്കേണ്ട ആദ്യത്തെ നാമം 283 അമൃതാംശുദ്ഭവ. അമൃതാംശുദ്ഭവ, അമൃതാംശുവിൽ നിന്ന് ഉദ്ഭവമായ അമൃതാംശു ഉത്ഭവ. ചന്ദ്രൻ്റെ ഉൽപ്പത്തിയുടെ കാരണം ഭഗവാന്റെ മായയാണ്. ഭഗവാന്റെ മായയിൽ നിന്നാണ് ചന്ദ്രൻ്റെ ജനനം. ക്ഷീരസാഗരത്തിൽ പള്ളി കൊള്ളുന്ന ഭഗവാന്റെ മനസ്സിൽ നിന്നാണ് ചന്ദ്രൻ്റെ ഉത്ഭവം. അപ്പോൾ ചന്ദ്രമാ മനസാ ജാത എന്ന പുരുഷ സൂക്തത്തിൽ പറയുന്നുണ്ട്. ചന്ദ്രമാ മനസാ ജാത. ചന്ദ്രൻ ഭഗവാന്റെ മനസ്സിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. സ്വസൃഷ്ടിയായതുകൊണ്ട് അതിൽ പ്രവേശിക്കുകയും ചെയ്തു. ചന്ദ്രനിൽ പ്രവേശിക്കുകയും ചെയ്തു എന്നർത്ഥം. വഷത്കാരോ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയിലൊക്കെ അദ്ദേഹം പ്രവേശിക്കുകയാണല്ലോ. അതുപോലെ ചന്ദ്രനെ സൃഷ്ടിച്ചു മാനസികമായിട്ട്, മനസ്സുകൊണ്ട്. ആ സൃഷ്ടിച്ച ചന്ദ്രനിൽ ഭഗവാൻ കയറി കൂടും ചെയ്തു. അതുകൊണ്ട് ചന്ദ്രൻ്റെ പ്രവർത്തനം മുഴുവൻ ഭഗവാന്റെ ശക്തി കൊണ്ടാണ് നടക്കുന്നതെന്ന് അർത്ഥം. അതുകൊണ്ട് അമൃതാംശുദ്ഭവ എന്നുള്ള നാമം ഭഗവാന് കിട്ടി. അമൃതാംശുദ്ഭവ, അമൃതാംശു ഉത്ഭവിച്ചത്. അമൃതാംശു ചന്ദ്രൻ, ഉത്ഭവിച്ചത് ഉദ്ഭവ ഭഗവാന്റെ മനസ്സിൽ നിന്ന്. അതുകൊണ്ട് ഭഗവാന്റെ പേര് അമൃതാംശുദ്ഭവ. അത്രേ ആ നാമത്തിന് പ്രസക്തിപ്പുള്ളൂ. ചന്ദ്രനെ കുറിച്ച് പിന്നെ കാണും. ചന്ദ്രനെ കുറിച്ച് നമ്മൾ കണ്ടതുമാണ്. ചന്ദ്രൻ്റെ രശ്മി, ചന്ദ്രനിഭ ഒക്കെ നമ്മൾ കണ്ട നാമങ്ങളാണ്. അടുത്ത 284 അടുത്ത നാമം ഭാനു. ഭാനു എന്ന് വെച്ചാൽ സ്വതവേ ശോഭിക്കുന്നവൻ എന്നർത്ഥം. ബൈ നേച്ചർ ഈസ് എഫൾജൻ്റ് ബൈ നേച്ചർ. അദ്ദേഹത്തിൻ്റെ പ്രകൃതിയാണ് ശോഭിക്കുക എന്നുള്ളത്. പ്രകാശിക്കുക എന്നുള്ളത് ഭഗവാന്റെ ഒരു ധർമ്മമാണ്. എഫൾജൻ്റ്, സെൽഫ് എഫൾജൻ്റ്. സർവവിദ് ഭാനു എന്നുള്ള നാമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നാമങ്ങളൊക്കെ ഒരിക്കൽ വന്ന നാമങ്ങളിൽ ഞാൻ അധികം വ്യാഖ്യാനിക്കാതെ ഓടിച്ചു വിടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അധികം നേരം ഓരോ ഇങ്ങനെയുള്ള നാമങ്ങളിൽ എടുക്കാത്തത്. കാരണമൊക്കെ നമ്മൾ കണ്ടതാണ്. സർവവിദ് ഭാനു എന്നുള്ളതിൽ
ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വളരെ വിപുലമായിട്ട് പറയണ്ടായി. സ്വയം പ്രകാശിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഭാനു എന്ന് വെച്ചാൽ വേറൊരു ശക്തിയുടെയും സഹായം ആവശ്യമില്ല. വേറൊരു ശക്തിയുടെയും സഹായം തേടിയിട്ടല്ല ഭഗവാൻ പ്രകാശിക്കുന്നത്. ഭഗവാന്റെ പ്രകാശം ഭഗവാൻ പരത്തുന്നത് വേറൊരു ശക്തിയും വേണ്ട. സ്വമായ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രകാശം പ്രകടിപ്പിക്കുകയാണ്. നമ്മൾക്ക് ഒരു പ്രകാശം വേണമെങ്കിൽ എത്ര വ്യക്തികളുടെ വ്യവസ്ഥകളുടെ പിന്നാലെ നടക്കണമല്ലേ? നമുക്ക് സ്വപ്രകാശനാവാനുള്ള കഴിവില്ലല്ലോ, സ്വയം പ്രകാശിക്കാനുള്ള കഴിവ് നമുക്കില്ലല്ലോ. അപ്പോൾ നമുക്കൊരു പ്രകാശം നമ്മളുടെ ചുറ്റുപാടും വേണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പണിയെടുക്കണം, നമ്മൾ ആരെയൊക്കെ പിടിക്കണം, ആരെയൊക്കെ കൈയും കാലും പിടിക്കണം, ഏതൊക്കെ വ്യവസ്ഥകളുടെ ഉള്ളിൽ കൂടെ പോകണം, ഇതൊക്കെ നൂലാമാലകൾ തരണം ചെയ്തിട്ട് വേണം പോവാൻ. ഒരു ചെറിയൊരു പവർ കണക്ഷൻ കിട്ടാൻ, ഒരു പ്രകാശം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ആണല്ലോ ഇപ്പോൾ നമ്മൾ അറിയണത്. ആ ഒരു പ്രകാശം നമുക്ക് വീട്ടിൽ കിട്ടാൻ, ഒരു വീടൊന്ന് ഇലക്ട്രിഫൈ ചെയ്യാനായിട്ട് വേണമെങ്കിൽ കേരള ഗവൺമെൻറ്റിലേക്ക് സപ്ലൈ കിട്ടാൻ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതൊക്കെ ആർട്ടിഫിഷ്യൽ പവറല്ലേ. നാച്ചുറൽ പവർ, ഭഗവാന്റെ പവർ നേരിട്ട് കിട്ടണമെങ്കിലോ സോളാർ എനർജി. സോളാർ എനർജി കിട്ടണമെങ്കിലത്തെ കാര്യം നമുക്കറിയാലോ, ആരൊക്കെയാണ് കാണേണ്ടത്, എത്ര വ്യക്തികളെ നമ്മൾ അതിനു വേണ്ടി കാണണം. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയുടെ ഏജൻറ്റ്, അങ്ങനെ എത്രയോ ആൾക്കാരെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കണം. പക്ഷെ ഭഗവാൻ പ്രകാശിക്കുന്നത് സൂര്യൻ്റെ പ്രകാശവും ചന്ദ്രൻ്റെ പ്രകാശവും ഒന്നുമല്ല. ഭഗവാൻ അവരൊന്നും ആവശ്യമില്ല, അവർക്ക് ഭഗവാനെയാണ് ആവശ്യം. സൂര്യനും ചന്ദ്രനും അഗ്നിക്കും ഒന്നും ചന്ദ്രനെ പ്രകാശിപ്പിക്കാനുള്ള കഴിവില്ല. അവരെ സ്വയം പ്രകാശിപ്പിക്കുന്നത് ഭഗവാനാണ്. ന തത്ര സൂര്യോപാധി ന ചന്ദ്രതാരകം നേമാദ്വിദ്യുതോപാധി കുതോയമഗ്നി ത്വമേവ ബന്ധമനുഭാതി സർവം തസ്യ ഭാസ സർവവിധം വിഭാതി. എല്ലാവരും ചെല്ലുന്ന ശ്ലോകമല്ലേ അത്? പൂജ കഴിഞ്ഞ് കർപ്പൂരാരതി സമയത്ത് മുണ്ടകോപനിഷത്തിലെ മന്ത്രമാണ്. ന തത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാത് വിദ്യുതോഭാതി കുതോയമഗ്നി. ഞാനീ എരിച്ചു പിടിക്കുന്ന ചെറിയൊരു കർപ്പൂരത്തിൻ്റെ പ്രകാശം ഭഗവാനെ എവിടെ കത്തിക്കാനാ? തത്ര സൂര്യോഭാതി, സൂര്യൻ അങ്ങനെ പ്രകാശിപ്പിക്കാൻ പറ്റില്ല. ന ചന്ദ്ര ന താരകം നേമാദ്യുദ്യുതോഭാതി, ഒന്നും പറയാൻ പറ്റില്ല. ശോഭിപ്പിക്കുന്നതിനെ എല്ലാം ശോഭിപ്പിക്കുന്നത് ഭഗവാനാണ്. എല്ലാം പ്രകാശങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് ഭഗവാനാണ്. അവിടെ സൂര്യൻ പ്രകാശിക്കുന്നില്ല, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, അഗ്നി, ഇതൊന്നും അവിടെ പ്രകാശിക്കുന്നില്ല. വൈദ്യുതി, ഇടിമിന്നൽ പ്രകാശിക്കുന്നില്ല. ഇതിനൊന്നും പ്രകാശിപ്പിക്കാൻ പറ്റാത്ത എൻ്റെ ചെറിയൊരു കർപ്പൂരത്തിലെ തിരിയാണോ പ്രകാശിപ്പിക്കണത്? എനിക്കറിയാം. പക്ഷേ എങ്കിലും എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട്, സമാധാനത്തിന് വേണ്ടിയിട്ട്, ഭഗവാന്റെ ഒരു അർപ്പണ മനോഭാവത്തോടു കൂടി ഞാൻ ചെറിയൊരു തിരി കത്തിക്കണം, പ്രസാദിക്കണേ ഭഗവാനെ. ആ ടോട്ടൽ സറണ്ടർ ആറ്റിറ്റ്യൂഡ് കൂട്ടാണ് നമ്മൾ ആ കർപ്പൂരാരതി കത്തിക്കുന്നത്. അവിടെ അതിൽ ചെല്ലണ മന്ത്രം ഇതാണ്. അത് ഈ നാമത്തിന് എന്താ പറയുക, അപ്ലിക്കബിൾ ആയിട്ടുള്ളത് കൊണ്ട് ഞാൻ അവിടെ പ്രസ്താവിച്ചു എന്ന് മാത്രം. മനസ്സിലായില്ലേ? ഭാനു എന്നാൽ സൂര്യൻ എന്നുള്ള അർത്ഥമുണ്ട്. അങ്ങനൊരു പര്യായമുണ്ട് സൂര്യന്, ഭാനു. അതുകൊണ്ടാണ് സൂര്യൻ പ്രത്യക്ഷ ബ്രഹ്മമാണെന്ന് വേദങ്ങൾ പറയുന്നത്. ത്വം പ്രത്യക്ഷം ദേവ ത്വം പ്രത്യക്ഷം ബ്രഹ്മ. പ്രത്യക്ഷ ബ്രഹ്മമാണ് സൂര്യൻ, സൂര്യനാരായണൻ എന്നാണ്.
നമ്മൾ ചന്ദ്രനാരായണൻ എന്ന് പറയുന്നില്ലല്ലോ, ഇത് സൂര്യനാരായണനാണ്. സൂര്യനുള്ള ഒരു പ്രത്യേക സ്റ്റാറ്റസാണ് അത്. സൂര്യൻ ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ പ്രകാശം സൂര്യനിലൂടെ പോവുക മാത്രമല്ല, സൂര്യൻ ഭഗവാൻ തന്നെയാണ്, സൂര്യനാരായണൻ. അതുകൊണ്ട് അതിനോട് കളിക്കാൻ നിൽക്കണ്ടെന്ന് അർത്ഥം. ചില്ലറക്കാരനല്ല ആള്, മനസ്സിലായോ? അതാണ് ഭാനു. 284 നാമം ഭാനു. 285 നാമം ശശബിന്ദു. ബിന്ദു എന്ന് വെച്ചാൽ അടയാളം എന്നാണ് അർത്ഥം. ബിന്ദു, ബിന്ദു, കേന്ദ്ര ബിന്ദു എന്നൊക്കെ പറയുന്നതാണ്. ഒരു ഡോട്ട്, ഒരടയാളം. ശശം എന്ന് വെച്ചെങ്കിൽ മുയൽ. അപ്പോൾ മുയലിൻ്റെ ആകൃതിയിൽ ഒരടയാളമുള്ളത് ചന്ദ്രനാണ്. ശാസ്ത്രജ്ഞന്മാരും പറയണതാണ്. ഇവിടെ നോക്കുമ്പോൾ അത് ഒരു മുയലിൻ്റെ ആകൃതിയിൽ കാണാം, അല്ലേ? ഒരു മുയലിങ്ങനെ ഇരിക്കുന്ന ആകൃതി ഉണ്ടെന്ന് പറയണം. അപ്പോൾ മുയലെന്ന് പറയുന്നത് അതിൻ്റെ ചിഹ്നമാണ്. ശശാങ്കൻ, ശശബിന്ദു. ഭഗവാന്റെ മനസ്സിൽ നിന്ന് ചന്ദ്രൻ ഉത്ഭവിച്ചതുകൊണ്ട് ചന്ദ്രൻ ഭഗവാന്റെ അംശം തന്നെയാണ് എന്ന് അമൃതാംശുദ്ഭവ എന്ന്, ചന്ദ്രാംശു എന്ന നാമങ്ങളെക്കാളൊക്കെ നമ്മൾ വ്യക്തമായി കഴിഞ്ഞു. കവികളൊക്കെ ഈ ചന്ദ്രകിരണങ്ങളെ പറ്റി വളരെയധികം പ്രതിപാദിക്കുന്നുണ്ട്. കാളിദാസൻ ഇത്യാദിവർക്കൊക്കെ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റാണ് ഈ മൂൺലൈറ്റ്. അല്ലെങ്കിൽ മൂൺലൈറ്റ് അല്ല, ഈ ചന്ദ്രനിലുള്ള ഈ കളങ്കം, ഈ മുയല്, ശശാങ്കൻ. കുമാരസംഭവത്തിൽ ഏകോപി ദോഷോ ഗുണസന്നിപാത നിമഗ്നിദന്തോ കിരണശ്വിവാംഗ. ഈ മുയല ചന്ദ്രനിൽ ഒരു കളങ്കാണ്. അപ്പം എത്ര മോഹനമായ ഒരു വചനത്തിൽ എത്രയോ രീതിയിൽ മോഹനമായിട്ടുള്ള വചനമാണ്. എല്ലാം കൊണ്ടും നല്ല പല ഗുണങ്ങളുള്ള ഒരു മുഖമാണ് ചന്ദ്രനുള്ളത്. അങ്ങനെ പല ഗുണങ്ങളുള്ള ഒരു മുഖത്ത് ഒരു ചെറിയൊരു കളങ്കമുണ്ടെങ്കിൽ അതൊരു ഭംഗിയാണെന്നാണ് പറയുന്നത്. ഏകോപി ദോഷ ഗുണസന്നിപാത നിമഗ്നിദന്തോ കിരണശ്വിവാംഗ. പല ഗുണങ്ങളുള്ള ഒരിടത്ത് ചെറിയൊരു ദോഷം ഉണ്ടെങ്കിൽ അത് 100 ഗുണമുള്ള ചന്ദ്രനിൽ ഒരു ചെറിയൊരു കളങ്കമുള്ള പോലെ അത് ശോഭയായിട്ട് നിൽക്കുള്ളൂ എന്ന് പറയണം. അപ്പോൾ ഗുണങ്ങളുടെ സന്നിപാതത്തിൽ ആധിക്യത്തിലായാലും ശരി, എണ്ണത്തിൽ കൂടുതലായാലും ശരി, ഒരു ദോഷം ആ ഗുണങ്ങളെല്ലാം വർദ്ധിപ്പിക്കുക ചെയ്യുന്നത്. ഇപ്പോൾ ചന്ദ്രന് പല ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളിൽ ചെറിയൊരു ദോഷം അത് കൂടുതൽ ശോഭ കൂട്ടുകയാണ് ചന്ദ്രന് ചെയ്യണതെന്ന്. നമ്മൾ കുട്ടികളെയൊക്കെ ചെയ്യിക്കാറില്ലേ? പുറത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വല്ല പരിപാടിക്കൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഡാൻസിനോ വേറെ ഇതിനൊക്കെ പോകുമ്പോൾ കുട്ടികളെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം അയ്യോ മറന്നുവിടുക എന്നിട്ട് വിളിക്കില്ല നമ്മൾ. എന്നിട്ട് ചെറിയൊരു കറുത്ത പൊട്ട് എവിടെയെങ്കിലും ഒരു ചെറിയൊരു കുത്ത് മുഖത്ത് എവിടെയെങ്കിലും ഇടും. കണ്ണിൻ്റെ അപ്പുറത്ത് താഴത്തോ ഇനി കവളിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും ഒരു കറുത്ത കുത്തിടും. അതെന്താ? ഇതാണ് ഏകോപി ദോഷോ ഗുണസന്നിപാത നിമഗ്നിദന്തേ കിരണശിവാംഗ. അപ്പം ആ കളങ്കം ഭംഗിയായിട്ടാണ് പരിണമിച്ചു വരുന്നത്. ഏകോപി ദോഷ ഗുണസന്നിപാത. അതിൻ്റെ തർജ്ജമയുണ്ട്. ഈ ശ്ലോകത്തിൻ്റെ കുണ്ടൂരിൻ്റെ തർജ്ജമയാവണം. ഏകോപി ദോഷോ ഗുണസന്നിപാത നിമഗ്നദന്തേ കിരണശ്വിവാംഗ. മുങ്ങുന്നുപോൽ പല ഗുണത്തിൽ ഒരൊറ്റ ദോഷം അംഗം ശശാങ്കകിരണങ്ങളിൽ എന്ന പോലെ. മുങ്ങുന്നുപോൽ പല ഗുണത്തിൽ ഒരൊറ്റ ദോഷം. പല ഗുണങ്ങളുള്ളതിൽ ഒരു ദോഷമുള്ള വെച്ചാൽ അത് അതിൽ മുങ്ങിപ്പോകുന്നവർ. എങ്ങനെ? അംഗം ശശാങ്കകിരണങ്ങളിൽ എന്ന പോലെ.
ശശാങ്കകിരണങ്ങളിൽ അംഗം എങ്ങനെയാണുള്ളത് അതുപോലെ മുങ്ങിപ്പോകുന്ന പറയുന്നത്. അംഗം ശശാങ്കകിരണങ്ങളിൽ എന്ന പോലെ. അപ്പോൾ അതാണ് ശശബിന്ദു, ചന്ദ്രനെ കുറിച്ച് പറയുന്നതാണ്. ഇവിടെയും ചന്ദ്രൻ്റെ അംശം, ചന്ദ്രനിൽ നിന്ന് ശോഭിക്കുന്നത്, ചന്ദ്രൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ധാരാളം കണ്ടതാണ്. ഉഷ്ണാമി ചൗഷധി സർവസോമോ ഭൂത്വാരസാത്മകം എന്നൊക്കെ നമ്മൾ കണ്ടതാണ് ശ്ലോകങ്ങളൊക്കെ. അപ്പോൾ അതൊന്നും ഇനി നമ്മൾ പിന്നീട് ആവർത്തിക്കേണ്ട കാര്യമില്ല ഈ നാമത്തിൽ. വേറെ ആവർത്തിക്കേണ്ട സമയം വരുമ്പോൾ ഞാനത് എടുത്ത് പറഞ്ഞോളാം. തൽക്കാലം നമ്മൾ ഓരോരോ നാമങ്ങൾ ഇങ്ങനെ 2-3 പ്രാവശ്യം വ്യാഖ്യാനിക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഓടിച്ചു പോണത്. അല്ലാണ്ട് ക്ലാസ് വേഗം കഴിയട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുതേ. അപ്പോൾ 286 അടുത്ത നാമം സുരേശ്വര. സുരേശ്വര ഈ നാമം നമ്മൾ കണ്ടതാണ്. ദേവന്മാരുടെ നാഥൻ. സുരേഷ ശരണം ശർമ്മ, സുരേഷ എന്നുള്ള നാമം നമ്മൾ പഠിച്ചിട്ടില്ലേ, അതിനെയാണ് സുരേശ്വര. സുരേഷ ശരണം ശർമ്മ, സുരേഷ സുരന്മാരിൽ ഈശ്വരൻ. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് സുരേശ്വര. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഭഗവാന്റെ വിഭൂതികളിലേക്കാണ്. ഇതെല്ലാം വിഭൂതികളാണ് ഭഗവാനുള്ളത്. ഓരോരോ ഇതിലേക്ക് എല്ലാ വിരലുകളും 1000 വിരലുകളും ചൂണ്ടുന്നത് എല്ലാം ഭഗവാന്റെ വിഭൂതിയിലേക്കാണ്. അല്ലേ? വലിയൊരു വട്ടത്തിലൊരു സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ട് ഡയറക്റ്റ് ചെയ്തിട്ട് ആരോ വരച്ച് നോക്കൂ. എത്ര ആരോ സർക്കിളിൻ്റെ ചുറ്റുമുണ്ടെങ്കിൽ ആ ആരോ മുഴുവൻ പോയിൻ്റ് ഔട്ട് ചെയ്യണത് എങ്ങടാ? ആ ബിന്ദുവിലേക്കാവും. പ്രൊവൈഡഡ് ആരോ ഈ സ്ട്രെയിറ്റ് ലൈൻ. ക്രിക്കഡ് ആരോൻ്റെ കാര്യമില്ല ഞാൻ പറഞ്ഞത്. ക്രിക്കഡായിട്ട് ഉപയോഗിക്കുന്ന നാമങ്ങളും ക്രിക്കഡായിട്ട് ഉപയോഗിക്കുന്ന പേരുകളും വാക്കുകളെല്ലാം പറഞ്ഞത്. സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഉപയോഗിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻസ് ഓൺ എ സർക്കംഫറൻസ്, all of them indicate the center of the circle. അപ്പോൾ കേന്ദ്ര ബിന്ദു ആയിരിക്കുന്ന വിഷ്ണുവിലേക്കാണ് ഈ നാമങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത്. എല്ലാ നാമവും. അപ്പോൾ ഇവിടെ സുരേശ്വര എന്ന് പറയുമ്പോൾ സുരന്മാർ എന്ന് വെച്ചാൽ ദേവന്മാർ, ദ്വിജിക്കുന്നവർ, പ്രകാശിക്കുന്നവർ, ദാറ്റ് വിച്ച് ഇല്യൂമിനേറ്റ്സ്. എല്ലാ ഇല്യൂമിനേറ്റേഴ്സും ഗോഡാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളുടെ തലയുടെ മുകളിൽ നിൽക്കണ ബൾബുണ്ടല്ലോ, ഇലക്ട്രിസിറ്റി ബൾബ്, അതും ഇല്യൂമിനേറ്റർ തന്നെയാണ്. അതും ഒരു ദേവൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആ അർത്ഥത്തിൽ എടുക്കുമ്പോൾ. ദാറ്റ് വിച്ച് ഇല്യൂമിനേറ്റ്സ്. ഇന്ദ്രൻ, വായു, വരുണൻ, സൂര്യൻ, ചന്ദ്രൻ ഇത്യാദി ഇതെല്ലാം ഇല്യൂമിനേറ്റേഴ്സാണ്. അവരുടെ പ്രകാശം എവിടുന്ന് കിട്ടുന്നു? മെയിൻ സപ്ലൈ ജ്യോതിഷാമപി തജ്ജ്യോതി. അപ്പോൾ ഭഗവാന്റെ സർവാധിപത്യമാണ് ഈ നാമങ്ങളെല്ലാം തിരിച്ചും മറിച്ചും കാണിക്കുന്നത്. എങ്ങനെ വട്ടിട്ട് മറിച്ചിട്ട് എഴുതിയാലും എല്ലാം വരൽ ചൂണ്ടുന്നത് ഭഗവാന്റെ വിഭൂതിയിലേക്കും ഭഗവാന്റെ എന്താ പറയുക സർവാധിപത്യത്തിലേക്കുമാണ്. ഈസ് ഓൾ ഇൻ ഓൾ, വൺ വിത്തൗട്ട് എ സെക്കൻഡ്, സുപ്രീം. സുര എന്നുള്ള വാക്കിന് സുഗമമായി കൊടുക്കുക എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. സുഗമമായി കൊടുക്കുക, ധാരാളം കൊടുക്കുക. അപ്പോൾ ധാരാളം ദാനം ചെയ്യുന്നവരുടെ ഈശ്വരനാണ് ഭഗവാൻ അർത്ഥം. ഇല്ലേ? വെള്ളം, വായു, വെളിച്ചം ഇതൊക്കെ നമുക്ക് ധാരാളം കിട്ടുന്നില്ലേ? ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, വായു ഫ്രീ സപ്ലൈ ആണ്, ലൈറ്റ് ഫ്രീ സപ്ലൈ ആണ്, വെള്ളം, വായു, വെളിച്ചം ഇതൊക്കെ ഫ്രീ സപ്ലൈ ആണ് നമുക്ക്. അപ്പം അങ്ങനെ പ്രകാശം കൊടുക്കുന്നവരിൽ സുലഭമായി ഇതെല്ലാം ഫ്രീ ആയിട്ട് തരികയാണ്. സുരേശ്വര, സുര, സുഗമമായിട്ട് കൊടുക്കുന്നവർ, ധാരാളമായിട്ട് കൊടുക്കുന്നവർ, അവരുടെ ഈശ്വരൻ ഭഗവാൻ. സുരേശ്വര നാമത്തിൻ്റെ അർത്ഥം. ഇപ്പോൾ അടുത്ത നാമം ഔഷധ. ഔഷധം മീൻസ് മരുന്ന്. ഔഷധം മരുന്നാണ്.
എല്ലാറ്റിനും ഭഗവാനാണ് മരുന്ന്, അല്ലേ? മനസ്സിലുണ്ടോ? എല്ലാ അസുഖങ്ങൾക്കും മരുന്ന് ഭഗവാൻ തന്നെ. ഒറ്റമൂലികയാണ് എല്ലാം, എല്ലാ അസുഖങ്ങൾക്കും ആൻറ്റിഡോട്ട് എന്ന് പറയില്ലേ. ശാരീരികമായിട്ടുള്ള അസുഖമാവാം, വ്യാധിയാവാം, മാനസികമായിട്ടുള്ള അസുഖമാവാം, വ്യാധിയാവാം, ആദിയാവാം, വ്യാധിയാവാം, എന്തു വേണമെങ്കിൽ ആവാം. ചുരുക്കി പറഞ്ഞ മനുഷ്യന് ആകപ്പാട് കഴിഞ്ഞാൽ, ആകപ്പാട് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനാകെ ഒരു ഒരു അസുഖം മാത്രമേ ഉള്ളൂ. ആ അസുഖത്തിൽ നിന്നാണ് മറ്റൊക്കെ സ്റ്റെം ഔട്ട് ചെയ്ത് വരുന്നത്. ഒരേ ഒരു അസുഖം മാത്രമേ ഉള്ളൂ മനുഷ്യന്. മെയിൻ ഡയഗ്നോസിസ് അതാണ്. അതുകൊണ്ടാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അത് നിർത്തിയാൽ ഇതൊക്കെ നിൽക്കും. ഡോക്ടർമാരല്ല പറയാം, നിങ്ങളെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ മെയിൻ അസുഖം വേറെയാണ്, അത് നിർത്തിയാലേ ഇതൊക്കെ നിൽക്കുള്ളൂ. ഈ കൈവേദന, കാലുവേദന, ഇങ്ങനെ ഓരോന്നോരോന്ന് എണ്ണി പറക്കൊന്നും വേണ്ട. മറ്റേ അസുഖം കംപ്ലീറ്റ് നിൽക്കട്ടെ, നിങ്ങളുടെ ഷുഗർ അവിടെ കൺട്രോൾ ചെയ്യട്ടെ, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് ഒന്ന് ഇമ്പ്രൂവ് ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയാറ്റിൻ ഒന്ന് ലെവലിൽ വരട്ടെ. അതുള്ള കാരണമാണ് ഈ പൊട്ടാഷ്യവും മറ്റേ കുന്ത്രണ്ടും ഈ കുന്ത്രണ്ടും ഒക്കെ കൂടണതും കുറയണതും, കൂടേണ്ട സമയത്ത് കുറയണതും കുറയേണ്ട സമയത്ത് കൂടണതും. ഇതിനൊക്കെ കാരണം എന്താ? ആകെപ്പാടെ ഒറ്റ അസുഖം നിങ്ങൾക്കുള്ളൂ. ആ അസുഖം കാരണമാണ് അതൊക്കെ ഉണ്ടാവണം. അങ്ങനെ പറയാറില്ലേ? അപ്പം മനുഷ്യൻ്റെ മെയിൻ അസുഖം സംസാര ദുഃഖമാണ്. സംസാരത്തിൽ വന്നതുകൊണ്ടുള്ള അസുഖമാണ്. മനസ്സിലായോ? അതിപ്പോൾ നമ്മൾ തന്നെയല്ലേ അതിൻ്റെ ഉത്തരവാദി, അല്ലേ? ഇതിൻ്റെ ഉള്ളിൽ വന്ന് പെട്ടതിന് ഉത്തരവാദി നമ്മളല്ലേ? അപ്പം എങ്ങനെയും വേറൊരുത്തനെ പഴിചാരാതെ എങ്ങനെയും പുറത്തു പോകില്ല നോക്കണ്ട. അതല്ലേ മാന്യമായിട്ടുള്ള മര്യാദ. എൻ്റെ ആരുടെയും പ്രേരണ കൊണ്ടോ ഇഷ്ടം കൊണ്ടോ ചതി കൊണ്ടോ തള്ളിയിട്ടതല്ലല്ലോ നമ്മളെങ്ങോട്ട്, ആണോ? ഈ സംസാരത്തിലേക്ക് നമ്മൾ വന്നത്, ഞാനിവിടെ ജന്മം എടുത്തത് ആരുടെ കുറ്റാ? കാരണം പലവരും ഉണ്ടാവും, പക്ഷേ വരാനുള്ള ചുമതല അത് നിങ്ങളുടെ തന്നെയാണ്. വരാനുള്ള മെയിൻ കാരണം നിങ്ങൾ തന്നെയാണ്. മറ്റവരൊക്കെ ഇൻസ്ട്രുമെൻ്റൽ, നിമിത്തമാത്രം. അപ്പോൾ നമ്മളൊരു കടലാസും പെൻസിലും പേന എടുത്തിട്ട് എഴുതുകയാണ്. ആ എഴുത്തിൻ്റെ ലേഖകൻ ആരാ? പേനയാണോ? അല്ലോ. പക്ഷെ പേനയില്ലാണ്ട് എഴുതാൻ പറ്റുമോ? അപ്പോൾ ആ ലേഖനത്തിൻ്റെ ലേഖകൻ ഞാനാണ്, പേനയല്ല. പേനയുടെ പിന്നിലുള്ള ഞാനാണ്. അപ്പോൾ അതിൻ്റെ ചുമതല ആർക്കാ? എനിക്കാണ്. അതിൽ വല്ലതും മച്ചിലെല്ലാം എഴുതേ, അല്ലെങ്കിൽ എഴുതാൻ പാടില്ലാത്തൊക്കെ എഴുതേ, വല്ലതും വിളിച്ച് പറയേ, എന്തെങ്കിലും സൈബർ വഴി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞാൽ പേന ആരും ശിക്ഷിക്കാറില്ല. അവിടെ ചെന്ന് കൈകാര്യം ചെയ്യുക ആൾക്കാർ വന്നിട്ട് എന്നെയാണ്, അല്ലാണ്ട് എൻ്റെ പേനയല്ല. ഈ പേന കൊണ്ടല്ലേ എഴുതി, ഈ പേനയല്ലേ അതിന് കാരണം എന്ന് പറഞ്ഞാൽ നിൽക്കില്ല അത്. അതുപോലെ തന്നെ ഞാനിവിടെ ജനിക്കാനുള്ള കാരണം എൻ്റെ അച്ഛനല്ലേ, എൻ്റെ അമ്മയല്ലേ? ഇതൊക്കെ ഞാനാണോ കുറ്റക്കാരൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ദേ ആർ ഓൺലി ഇൻസ്ട്രുമെൻ്റൽ. മെയിൻ കോസ് നിങ്ങളുടെയാണ്. നിങ്ങളുടെ അധിക പ്രസംഗം കാരണമാണ് ഇവിടെ വന്നത്. നിങ്ങളുടെ പ്രവൃത്തിയും നിവൃത്തിയും കാരണമാണ് ഇവിടെ വന്നത്, അല്ലേ? അപ്പം അത് നമ്മൾ തന്നെ ശരിയാക്കണ്ടേ? അതിന് ആരുടെ സഹായമൊക്കെ തരേണ്ട വെച്ചാൽ ആരുടെ കയ്യും കാലം പിടിക്കേണ്ടതൊക്കെ ഒച്ച പിടിച്ചോളുക, പൊക്കോളുക, കാര്യം കഴിഞ്ഞ് പോയാൽ പൊക്കോളുക. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ സിനിമയും സർക്കസും കാണാൻ നിൽക്കരുത്. വന്നത് അബദ്ധമായെന്ന് തോന്നുന്നില്ലേ? പിന്നെ എന്തിനാ ഇവിടെ കിടന്ന് തിരിയണ്? ഒരു ചുറ്റി തിരിച്ചില്ല എന്തിനാ ഇവിടെ? ഒരു പരാമ്പുലേഷൻ എന്തിനാ? നേരിട്ട് അങ്ങോട്ട് പൊക്കൂടെ കാര്യം കഴിഞ്ഞിട്ട്. മനസ്സിലായി? അപ്പം മെയിൻ അസുഖം മനുഷ്യൻ്റെ സംസാര ദുഃഖമാണ്. അത് ഏത് രൂപത്തിലാണ് പരിണമിക്കുന്നത്? ജന്മമൃത്യു ജര, ഈ വ്യാധികളിലൂടെയാണ് സംഭവിക്കണം നമുക്ക്. ജന്മ മൃത്യു ജര, അത് മൂന്നേ ഉള്ളൂ. ജന്മം, മൃത്യു, ജര. ഇൻ ബിറ്റ്വീൻ ജര. ജനിക്കുക, ജര, മൃത്യു, പിന്നെയും ജനിക്കുക, ജര, മൃത്യു. ഈ സൈക്കിള് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക നമ്മൾ.
അപ്പം ഈ അസുഖം അനുഭവിക്കുന്ന ജീവാത്മാക്കൾക്ക് ഭവസാഗരം തരണം ചെയ്യാൻ, മീനിങ് സംസാരം തരണം ചെയ്യാൻ, ഇതൊരു വലിയൊരു സംസാരമല്ലേ, സംസാരമാം സാഗരത്തിൽ എന്ന് പറയാം. സംസാരത്തിനെ സാഗരമായിട്ട് ഊമ്പിക്കും പല പല കാരണങ്ങളെ കൊണ്ടും. അങ്ങോട്ടൊന്നും ഇപ്പോൾ നമുക്ക് പോകണ്ട, ഇത് വലിയൊരു സമുദ്രമെന്ന് ആലോചിച്ചാൽ മതി ഈ സംസാരം എന്ന് പറയുന്നത്. അത്ര എളുപ്പമല്ല ഇവിടുന്ന് അങ്ങോട്ട് നീന്തി കിടക്കാൻ. വന്ന് പെട്ടു, ഇനിയിപ്പോൾ വേറെ നിവൃത്തിയില്ല. ഇതിൽ കിടന്ന് ചാവുകയാണെങ്കിലും ചാവ് അവിടെ കൊണ്ട് പോകും, അങ്ങോട്ട് ഇട്ടടിക്കും, അങ്ങോട്ട് പോകാണ്ട് നിവൃത്തിയില്ല. അപ്പോൾ ഈ അസുഖം അനുഭവിക്കുന്ന എല്ലാ ജീവാകർമ്മ, ഏതസുഖം? ജന്മമൃത്യു ജരാ വ്യാധികൾ അനുഭവിക്കുന്ന, സംസാര ദുഃഖം അനുഭവിക്കുന്ന എല്ലാ ജീവികൾക്കും ഈ സംസാര സാഗരം അല്ലെങ്കിൽ ഭവസാഗരം തരണം ചെയ്യാനുള്ള ഒറ്റ മൂലികയാണ് ഭഗവാൻ. ശാരീരിക രോഗമായാലും ശരി, മാനസിക രോഗമായാലും ശരി, എന്ത് രോഗമായാലും ശരി, ഏത് രോഗവും നമ്മുടെ സ്വന്തം നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ കഥ ആലോചിച്ച് നോക്കുക. ആരാ വാദം മാറ്റിയത്? പറയൂ. ആ വ്യാധിക്ക് ഉന്മൂലനാശം വരുത്തിയത് ആരാ? ഗുരുവായൂരപ്പൻ്റെ ഔഷധം തന്നെയല്ലേ ഇത് മാറ്റാൻ കാരണം? ഗുരുവായൂരപ്പൻ തന്നെയല്ലേ അത് മാറ്റി ഔഷധമായിട്ട് അവിടെ നിലകൊണ്ടത്? ചെമ്പയുടെ ശബ്ദം പോയി, ആരാ തിരിച്ചു കൊടുത്തത്? ഗുരുവായൂരപ്പനല്ലേ. വീണ്ടും പാട്ട് പാടിക്കാനുള്ള കഴിവ് കൊടുത്തത് ആരാ? ആ ദുഃഖത്തിൽ നിന്ന് ചെമ്പയെ കരകയറ്റിയത് ആരാ? ഭഗവാൻ തന്നെ. അതുകൊണ്ട് ചെമ്പ എപ്പോഴും പറയും, ഈ ഭഗവാൻ എന്നെ പാട്ടിലാക്കി എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പം മനോവ്യാധിയാണ് പല രോഗങ്ങൾക്കും മൂലകാരണമെന്ന് ആധുനിക ശാസ്ത്രജ്ഞന്മാരിപ്പോൾ പറഞ്ഞു വരുന്നു. നമ്മൾ ഈ പ്രാകൃതമായിട്ട് കാണുന്ന, ബാഹ്യമായിട്ട് കാണുന്ന പല രോഗങ്ങളും, ബാഹ്യമല്ല, ശാരീരികമായിട്ട് കാണുന്ന പല രോഗങ്ങൾക്കും കാരണം മനോവ്യാധിയാണ്. മനോവ്യാധി കൊണ്ടാണ് എല്ലാ ശാരീരിക രോഗങ്ങളും ഉണ്ടാകാനുള്ള 90% ചാൻസും എന്ന് ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇത്രേ അറിയില്ല. മനസ്സ് ക്ലീനായാൽ ഒരു വ്യാധി ഉണ്ടാവില്ല എന്നാണ് അവരുടെ ചിന്താഗതി. ഇപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മളും പറഞ്ഞത് പണ്ട്. നമ്മുടെ താടിക്കാർ തന്നെയാണ് പറഞ്ഞത്, നമ്മുടെ പൂർവികന്മാർ അത് തന്നെയാണ് പറഞ്ഞത്. അപ്പം അത് പഴഞ്ചന്മാർ പറയണതായി, അത് വിശ്വസിക്കാൻ പറ്റില്ല. ലണ്ടൻ പോയി പഠിച്ച് ഡോക്ടറേറ്റ് എടുത്ത് ഡോക്ടർ മെഡിസിൻ പഠിച്ചു വന്ന ആൾ പറയണമെന്നുണ്ടെങ്കിൽ അത് കേമായി. അതുണ്ടോ അങ്ങോട്ട് എന്താ അങ്ങോട്ട് കണ്ടുപിടുത്തതെന്നാണ് വിചാരിക്കണേ? മനസ്സത്ര ഇതിനൊക്കെ കാരണേ. ശരിയല്ലേ കൂട്ടാ? നീ ഒന്ന് ആലോചിച്ച് നോക്ക് അല്ലേ? അപ്പോൾ മനസ്സാണ് എല്ലാ രോഗത്തിനും കാരണം. മനയേവ മനുഷ്യാണാം ബന്ധനം കാര്യമോക്ഷയേത് എന്ന് വെറുതെ അല്ല നമ്മുടെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞത്, പൊട്ടന്മാരെല്ലാവരും. മനസ്സാണ് എല്ലാറ്റിനും കാരണം, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. BP, ഹിസ്റ്റീരിയ, ഡിജക്ഷൻ, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം മനോവികാരങ്ങളായി ബന്ധപ്പെട്ടവയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അനേക ലേഖനങ്ങൾ, അനേക പ്രസൻറ്റേഷൻസ്. വെറുതെ ഒരു മെഡിക്കൽ ജേർണൽ എടുത്ത് നോക്കിയാൽ മതി, തമാശയ്ക്ക് എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ ഇതിനെക്കുറിച്ച് ഇല്ലാണ്ടിരിക്കില്ല. ഏത് ജേർണൽ എടുത്ത് നോക്കിയാലും. അപ്പോൾ ചികിത്സ വേണ്ടത് ശരീരത്തിനോ മനസ്സിനോ? നോക്കൂ, അവർക്കാ ചികിത്സ വേണ്ട. മനസ്സിനെ ചികിത്സിക്കണോ ശരീരത്തിനെ ചികിത്സിക്കണോ? മോഡേൺ സയൻസിൻ്റെ ഇൻവെൻഷൻസാണ് ഇതൊക്കെ. അപ്പോൾ അതിനുള്ള ഔഷധം നമുക്ക് എവിടെ കിട്ടുക? ആരെന്നാ കിട്ടുക?
മനസ്സ് ചികിത്സിക്കുന്ന ആളുടെ നിന്നാണോ കിട്ടുക, ശരീരം ചികിത്സിക്കുന്ന ആളുടെ നിന്നാണോ കിട്ടുക? രണ്ടായാലും ഭഗവാൻ തന്നെയാണ്. നാല് രീതിയിലുള്ള ആളുകളാണ് അർജുന എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഈ അസുഖമുള്ളവർ വരുന്നുണ്ട്, ഒരു കൂട്ടർ അവരാണ്. ചതുർവിധ ഭജന്തേ മാം ജനാ സുഹൃതിനോർജുന. നാല് രീതിയിൽ ചതുർവിധ ഭജന്തേ മാം, എന്നെ ഭജിക്കുന്നു. നാല് തരത്തിലുള്ള ആൾക്കാരാണ്. അദ്ദേഹം ഓൾറെഡി അവിടെ ഇരുന്ന് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. എത്ര ആൾക്കാർ ഗുരുവായൂർ വന്ന് പോകുന്നുണ്ട്, തൊഴുന്നുണ്ട്, എന്തൊക്കെയാണ് അവരുടെ പ്രാർത്ഥന, അതൊക്കെ ഒരു ദിവസം എടുത്തിട്ട് കംപ്ലീറ്റ് കമ്പ്യൂട്ടറിൽ നിന്ന് ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞു, കാറ്റഗറൈസ് ചെയ്യാൻ പറഞ്ഞു, ഏതൊക്കെ രീതിയിലുള്ള ആൾക്കാരാണ് അവിടെ വരണമെന്ന്. ടപ്പൊന്ന് പ്രിൻ്റ് ഔട്ട് കിട്ടി. എത്ര ലക്ഷം ആൾക്കാർ വരുന്നുണ്ട് അവിടെ ഒരു കൊല്ലത്തിൽ, എന്തെല്ലാം ആഗ്രഹങ്ങളായിട്ടാണ് അവിടെ വരുന്നത് അല്ലേ? ഒരാൾക്ക് ജോലിക്ക് പ്രൊമോഷൻ കിട്ടണം, ഒരാൾക്ക് ജോലി കിട്ടണം, ഒരാൾക്ക് പഠിപ്പ് കഴിയണം, ജോലി കിട്ടിയിട്ട് വേണം ഒരാൾക്ക് ലീവ് എടുക്കാൻ. എന്തൊക്കെ ആഗ്രഹങ്ങളാണ്. മകളുടെ കല്യാണം കഴിയണം, കുട്ടർ ചോറൂണ് കഴിയണം, കൊച്ചുമോളുടെ 28 കഴിയണം. ഇങ്ങനെ എന്തൊക്കെ അടുത്ത 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 പറമ്പ് മേടിക്കണം, ഇപ്പുറത്തെ കണ്ടം മേടിക്കണം, വേറൊരു ഫാക്ടറി കൂടിയും കെട്ടണം, കുറച്ചും കൂടി ബാലൻസ് വേണം, മകനെ അമേരിക്കയിലേക്ക് പഠിക്കാൻ പറഞ്ഞയക്കണം, മോളെ UK അയക്കണം. എന്തൊക്കെ ആൾക്കാർ വന്ന് പറയണല്ലേ. നല്ല രസമാണ് അവിടെ നിന്ന് ഇങ്ങനെ കേൾക്കാൻ പറയണതൊക്കെ. നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, പറയണ ഭക്തന്മാരുടെ ഭാഷ നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, അപ്പുറത്തെ ആ സോപാനത്തിൻ്റെ എന്താ പറയുക, സെക്യൂരിറ്റിക്കാർ നിൽക്കില്ലേ, അവിടെ നിന്ന് കേൾക്കാൻ നല്ല രസമാണ്. ആ സെക്യൂരിറ്റിക്കാരനൊക്കെ ഇത് മനസ്സിലായാലത്തെ കഥ ആലോചിച്ച് നോക്കൂ. അവൻ ചെറുക്കിണ്ടാവും, എന്താ ഈ കൂട്ടർ പ്രാന്ത് പറയണം എന്നിട്ട് അല്ലേ. അപ്പോൾ ഭഗവാൻ തന്നെ ഒരു ദിവസം ലിസ്റ്റ് എടുക്കുകയാണ്, എന്തൊക്കെ ആൾക്കാർ എന്നോട് പറയണം, ഒക്കെ കാറ്റഗറൈസ് ചെയ്തു. അത് ഭയങ്കര സയൻറ്റിഫിക് അല്ലേ. എല്ലാം കിട്ടിയ ഉടനെ എല്ലാം കാറ്റഗറൈസ് ചെയ്തു. ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നിട്ട് പറയേണ്ടത്, ഇത് ഓരോരുത്തരും അവരുടെ കംപ്ലൈൻറ്റ്. പക്ഷെ ഇതെല്ലാം കൂടി നോക്കുമ്പോഴേ ആകെ 4 കൂട്ടർ ഇവിടെ വരുന്നുള്ളൂ അർജുന. 4 കാറ്റഗറി ഇവിടെ വരുന്നുള്ളൂ ആൾക്കാർ. ചതുർവിധ ഭജന്തേ മാം ജനാ സുഹൃതിനോ അർജുന. 4 തരത്തിലുള്ള ആൾക്കാരെ ഇവിടെ എന്നോട് ഭജിക്കാൻ വരുന്നുള്ളൂ ഗുരുവായൂർക്ക്. അതാരൊക്കെയാ കൃഷ്ണ? 4 എന്തായി പറയണത്? ഭഗവാന് കണക്ക് തെറ്റിയതാണ്. ഇല്ല കൃഷ്ണ, ഇല്ല അർജുന, കണക്ക് തെറ്റിയിട്ടില്ല. ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീജ പരദർശഭ. ആർത്തോ, ആർത്തൻ, അസുഖം മാറ്റാനുള്ള വ്യഗ്രത കൊണ്ട് വരുന്നവർ. പല രീതിയിലുള്ള അസുഖങ്ങളുണ്ട്. മാനസിക അസുഖം ഉണ്ടാവും, ശാരീരിക അസുഖങ്ങളുണ്ടാവും. 2 രീതിയിലുള്ള അസുഖവും, ആധിയുണ്ട്, വ്യാധിയുണ്ട്. ആ അസുഖങ്ങൾ മാറ്റാൻ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആർത്തോ ജിജ്ഞാസു. എന്താ ഇദ്ദേഹത്തിൻ്റെ സീക്രട്ടാണെന്ന് അറിയണല്ലോ, ഒരു ക്യൂറിയോസിറ്റി. ഗുരുവായൂരപ്പൻ എന്ന് കേട്ടിട്ട് കുറേ. ആദ്യം ഇന്ത്യയൊക്കെ പോകുമ്പോൾ സപ്താഹത്തിന് ഇങ്ങനെ ഇരുന്ന ആചാര്യന്മാർ പറഞ്ഞേക്കാം, ഗുരുവായൂരപ്പനെ ഒന്ന് കാണണമല്ലോ എന്ന് ജിജ്ഞാസ കൊണ്ട് വരുന്നുണ്ട്. എന്താണ് ഈ ശക്തി, എന്താണ് ഈ ഗുരുവായൂർ മഹത്വം എന്നറിയാനായിട്ട് ജിജ്ഞാസ കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പം ശരിയാക്കാന്ന് പറഞ്ഞിട്ട് അത്രയ്ക്ക് ഇങ്ങോട്ട് വന്നാൽ ശരിയാക്കിലൊക്കെ അവിടെ നിർത്തി 2 കൈയും കൂപ്പി അങ്ങ് ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് തൊഴിൽ അങ്ങോട്ട് പോകും. അല്ലാണ്ട് അവിടെ ആരും ചെന്നിട്ട് ബഹളം കൂട്ടാറില്ല. ഇയാളാ ഗുരുവായൂരപ്പൻ, എന്താണല്ലോ താൻ വിചാരിച്ചതെന്ന് ചോദിച്ച് യുദ്ധത്തിന് ചെല്ലാറില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നാവ് അടങ്ങും, കൈ പൊങ്ങും ഇതിനെ നമസ്കരിക്കാൻ. മനസ്സിലായില്ലേ? അപ്പം ജിജ്ഞാസു മൂന്നാമത്തെ അല്ല രണ്ടാമത്തേത്. മൂന്നാമത്തെ അർത്ഥാർത്ഥി, പൈസയ്ക്ക് വേണ്ടിയിട്ട്. 10 1 കിട്ടിയാൽ 10, 10 കിട്ടിയാൽ 100, 100 കിട്ടിയാൽ 1000, 1 കിട്ടിയാൽ 10 കിട്ടാൻ പോവും, 10 കിട്ടിയാൽ 1000 കിട്ടാൻ പോവും, 100 കിട്ടാൻ പോവും, 100 കിട്ടിയാൽ 1000 കിട്ടാൻ പോവും അല്ലേ? ഇഡ്ഡലി കിട്ടിയവന് 100 കിട്ടണം, 100 കിട്ടിയവന് അടയ്ക്ക കിട്ടണം, അടയ്ക്ക കിട്ടിയവന് പുകല കിട്ടണം, പുകലയും അടയ്ക്കും 100 ചുണ്ടാകുമ്പോൾ എല്ലാം കൂടി കിട്ടിയവന് ഒരു പായ കിട്ടണം ഉറങ്ങാനേ. അപ്പോൾ ഇതിൻ്റെ അർത്ഥമില്ല, അവസാനമില്ല. അപ്പോൾ എല്ലാ ആൾക്കാരും എല്ലാ സമയത്തും അർത്ഥാർത്ഥി, അർത്ഥത്തിനെ അർത്ഥിക്കുന്നവൻ, മൂന്നാമത്തെ കാറ്റഗറി.
ജ്ഞാനീജ നരദർഷഭ, എന്നെക്കുറിച്ച് നല്ലവണ്ണം അറിഞ്ഞിട്ട് എന്നെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരും. ഒന്നുമില്ല, ഒന്ന് ഭഗവാനെ ഒന്ന് കണ്ട് തൊഴു പോവാൻ, വേറെ ഒന്നും വേണ്ട, പുണ്യം കിട്ടും. ഇവിടെ വന്നു നിന്നിട്ട് ദ്വാരപ്പാ എന്നൊരു വിളി വിളിച്ചാണ്ടല്ലോ, ഓ സന്തോഷം. അപ്പോൾ എത്ര കൂട്ടരെ, എത്ര എത്ര ആൾക്കാരായി? ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരതർഷഭ അല്ലേ? അഞ്ചാമതൊരു കാറ്റഗറി ഉണ്ടോ പറയൂ? ഒന്ന് ഈ ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അതിൽ വല്ല മാറ്റം ഉണ്ടെങ്കിൽ നാളെ പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ എന്നാൽ എപ്പോൾ വേണമെങ്കിൽ വിളിച്ചോളൂ, വാട്സപ്പിൽ മെസ്സേജും വേണമെങ്കിൽ ഇട്ടോളൂ. അഞ്ചാമതൊരാൾ ഭഗവാനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടോ? ഈ 4 പെട്ടിയിൽ കൊള്ളാത്തവർ വല്ലവരും ഉണ്ടോ? എല്ലാവരുടെ അപ്ലിക്കേഷനും ഏതെങ്കിലും ഒരു പെട്ടിയിൽ ഇടണം. അയാൾക്ക് എന്താ വേണ്ട ജോലി? എന്ത് ജോലിയാണ് വേണ്ട? സ്റ്റെനോഗ്രാഫർ, ആ പെട്ടിയിലിട സ്റ്റെനോഗ്രാഫർ. ഇയാൾക്ക് എന്താ വേണ്ട? ഇയാൾക്ക് മാനേജർ ആവണം, ആ പെട്ടിയിലിട. ഇയാൾക്ക് എന്താ വേണ്ട? ഇയാൾക്ക് സെക്യൂരിറ്റി ആവണം, ആ പെട്ടിയിലിട. ആകെപ്പാടെ 4 പെട്ടി അവിടെ ഭഗവാൻ വെച്ചിരിക്കണം. അപ്പോൾ നമ്മളൊക്കെ ഇവിടുന്ന് ഭഗവാന്റെ അടുത്തേക്ക് നേരെ അങ്ങോട്ട് എത്തുന്ന വിചാരം, എത്തില്ല. ഇതൊക്കെ അതാത് പെട്ടിയിൽ പോവും. എന്നിട്ട് അദ്ദേഹം ഉച്ചപ്പണ്ടൊക്കെ കഴിഞ്ഞ് ഉച്ചപ്പൂച്ചൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കില്ല കുറച്ച് നേരം, 4 മണി വരെ. ആ നേരത്താണ് ഇതൊക്കെ എടുത്ത് നോക്കുക. അങ്ങനത്തെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നോക്കുമ്പോഴാണ് മനസ്സിലാവുക, ഈ വന്നവരിലെ ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി ചതുർവിധ ഭജന്തേ മാം. 7-ാമത്തെ അധ്യായത്തിലെ ശ്ലോകമാണ്, പഠിച്ചു വെച്ചോളൂ. 7-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തേതാണ് എൻ്റെ ഓർമ്മ, 16-ാമത്തെ ശ്ലോകം എന്ന് എനിക്ക് തോന്നുന്നു. ചതുർവിധ ഭജന്തേ മാം ജനാ സുഹൃത്തിനോർജുന ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീജ പരദർശഭ. 4 കൂട്ടം സുഹൃതികൾ എന്നെ സേവിക്കും അർജുന. എന്തൊരു തർജ്ജമ നോക്കൂ. ചതുർവിധ ഭജന്തേ മാം ജനാ സുഹൃത്തിനോർജുന. ഇവരൊക്കെ സുഹൃതം ചെയ്തവരാ, കാരണം എന്നെ കാണാൻ വന്നല്ലോ. ഒന്നിനല്ലെങ്കിൽ വേറൊരു കാര്യത്തിന് എന്നെ കാണാൻ വന്നല്ലോ, ഇതുവരെ എത്തില്ലേ, എൻ്റെ മുമ്പിൽ വന്ന് നിന്നല്ലോ. സുഹൃത്തുക്കളാണ് അവരൊക്കെ. ഇതൊന്നും പറ്റാത്തവരെ, ഇങ്ങോട്ടൊന്നും അടുക്കാൻ പറ്റാത്തവർ, ബസ് കിട്ടാത്തവർ, വാഹനം കിട്ടാത്തവർ, വരാൻ അസൗകര്യമുള്ളവർ എത്ര ആൾക്കാരുണ്ട് ലോകത്തിൽ. അങ്ങോട്ട് തിരിഞ്ഞ് നോക്കാൻ പറ്റാത്തവരെ, പോകണമെന്ന് വിചാരിച്ചാലും പോകാൻ പറ്റില്ല. എല്ലാം കഴിഞ്ഞ് അവസാനം പുറപ്പെട്ടൊരു ദിവസം എന്തെങ്കിലും ആവട്ടെ ചെല്ല്, ആ ദേവീക്ഷേത്രത്തിൻ്റെ ഭഗവതി ക്ഷേത്രത്തിൽ കിടക്കുമ്പോൾ കാലങ്ങോട്ട് എടുത്ത് വയ്ക്കുമ്പോഴാവും അവിടുന്ന് ഒരാളിങ്ങോട്ട് വരണേ. എന്താ തൊഴാവുന്നതാ? അതെ എന്നാ ഇപ്പോൾ വേണ്ട കേട്ടോ. എൻ്റെ അറിഞ്ഞില്ലേ അമ്മാൾ കുട്ടിയെടുത്ത് മരിച്ചു എന്ന്? നമ്മുടെ തറവാട്ടിലെ ആളാ. കഴിഞ്ഞു, അന്നത്തെ പോക്ക് കഴിഞ്ഞു. ഗുരുവായൂർക്ക് 16 ദിവസം പോയി കിട്ടിയോ? ഇങ്ങനെ ഇട്ട് വട്ടം കറക്കും ഭഗവാൻ. അതിനുള്ള അധികാരി അല്ല നമ്മളെന്നുണ്ടെങ്കിൽ, അതിനുള്ള സമയമായിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് അർജുന, വന്നവരൊക്കെ സുഹൃത്തുക്കളാണ്. 4 കൂട്ടം സുഹൃത്തുക്കൾ എന്നെ സേവിക്കും അർജുന. ആരൊക്കെയാ 4 കൂട്ടം? ആർത്തൻ ജിജ്ഞാസു കാര്യാർത്ഥി ജ്ഞാനീയം ഭരതർഷഭ. 4 കൂട്ടത്തിലുള്ള ആൾക്കാർ വരും എന്ന് പറയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ കാറ്റഗറി ഭഗവാൻ അവിടെ ചെയ്തിരിക്കണം അർത്ഥാർത്ഥി. അർത്ഥാർത്ഥി ആർത്തോ, ബുദ്ധിമുട്ട് കൊണ്ട് വരിക, ദീനം കൊണ്ട് വരിക, അസുഖം കൊണ്ട് വരിക, ആ കൊണ്ടുവരുന്ന ആൾക്കാരാണ് അധികം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിനല്ലേ നമ്മൾ മരുന്ന് കളിക്കേണ്ടത്? അസുഖം എവിടെയാണെങ്കിലല്ല. മഹാളിക്ക് വേരിൽ മരുന്ന് കളിച്ചിട്ട് എന്താ കാര്യം? അസുഖം മനസ്സിലാണെങ്കിൽ മനസ്സിനല്ലേ നമ്മൾ മാറ്റേണ്ടത്. ആ മനസ്സിലെ അസ്വസ്ഥത മാറ്റാൻ എന്ത് വേണം? മനസ്സിൽ തന്നെ മാറ്റണം. മനസ്സിലെ അസ്വസ്ഥത കയ്യിൻ്റെ വിരലിൻ്റെ മുകളിൽ ഇഞ്ചക്ട് ചെയ്തിട്ട് എന്താ കാര്യം? മനസ്സിലെ അസ്വസ്ഥത മനസ്സിൽ തന്നെ മാറ്റണം. അതിനെന്താ ചെയ്യുക? ഭഗവത് സ്മരണ കൊണ്ട് മനസ്സ് ശാന്തി ലഭിപ്പിക്കണം. ഈശ്വര സ്മരണ ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റാണ് മനസ്സിന്. ഈശ്വര സ്മരണ, നാമസ്മരണ, നാമജപം, മെഡിറ്റേഷനൊക്കെ പിന്നീട്, അതൊക്കെ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. ആദ്യത്തെ പ്രിലിമിനറി ഫസ്റ്റ് എയ്ഡ് എന്താ? ഈശ്വര സ്മരണ. നെക്സ്റ്റ് ഡേ നാമജപം, പിന്നെ ആവാം മെഡിറ്റേഷനൊക്കെ.
എപ്പോൾ നമ്മൾ നാമജപത്തിന് പുറപ്പെട്ടുവോ ഗ്യാരണ്ടി മനസ്സിൻ്റെ വിക്ഷേപം കുറയും, അജിറ്റേഷൻസ് കുറയും. മെല്ലെ മെല്ലെ കണ്ട് രോഗമുക്തനാകും. ദൈവിക സമ്പത്ത് ഉണ്ടായിട്ട് മനസ്സിന് പരിവർത്തനം വന്ന് രോഗശമനം ഉണ്ടാക്കും. അതുണ്ടാക്കുന്നത് ആരാ? ഭഗവാൻ തന്നെയാണ്. കാരണം ആർത്തി കാറ്റഗറിയിലാണ് നാം പോയിക്കണം. ഔഷധം ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ അവതാരമല്ലേ ധന്വന്തരമൂർത്തി, നിലുവായി തേവര്. അദ്ദേഹത്തിനെ സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ? അമ്പലത്തിൽ പോകുമ്പോൾ എപ്പോഴെങ്കിലും രണ്ട് കയ്യിൽ എന്താണ്? ഒരു കയ്യിൽ കുഴമ്പാണ്, മറ്റേ കയ്യിൽ അട്ടയാണ്. അതാണ് അവിടെ പ്രസിദ്ധ ഒരുപാടാണ് അട്ടയും കുഴമ്പും. അവിടുത്തെ മുക്കിടിയും അട്ടയും കുഴമ്പുമാണ് പ്രസിദ്ധം. ഒരു കയ്യിൽ കുഴമ്പും ഒരു കയ്യിൽ അട്ടയാണ് ഭഗവാന്റെ ധന്വന്തരിമൂർത്തിയുടെ. എന്ന് വെച്ചാൽ അദ്ദേഹം ഫിസിഷ്യനുമാണ്, സർജനുമാണെന്ന് അർത്ഥം. അട്ട സർജറിയാണ്. ഈ രക്തമൊക്കെ ഈറ്റി കുടിക്കുന്ന ആളാണ്. ആ മുറിയിലങ്ങോട്ട് വെച്ച് കൊടുത്താൽ അട്ട ആ രക്തമൊക്കെ ഉള്ള മുറിച്ച് കുടിക്കും. അത് സർജറിയാണത്. ഏറ്റവും ചെറിയൊരു സർജറിയാണ്. അപ്പോൾ അട്ട റെപ്രസെൻ്റ് ചെയ്യുന്ന സർജറിയാണ്. മറ്റേ കുഴമ്പ് ഈസ് ഫിസിഷ്യൻ്റെ ജോലിയാണ്. അത് ശരീരത്തേക്ക് പുറത്തേക്കുള്ളതാണ്. അത് ഫിസിക്കൽ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഔഷധമായിട്ട് കുഴമ്പുണ്ട്, അട്ടയുണ്ട്. ഹീ ഈസ് എ ഫിസിഷ്യൻ ആൻഡ് എ സർജൻ. MRCP ഉണ്ട്, FRCS ഉണ്ട്. പോരെ, ഇനിയിപ്പോൾ എന്താ വേണ്ട രോഗം മാറാൻ? അപ്പോൾ ഭഗവാൻ തന്നെയാണ് ഔഷധം. ഭഗവാൻ വേറെ ഔഷധം കൊടുക്കല്ല, ഭഗവാൻ തന്നെയാണ് ഔഷധം. അതുകൊണ്ടാണ് മനസ്സിൽ ഭഗവാനെ നിറയ്ക്കാൻ പറയണത്. ഫിൽ ദ മൈൻഡ് വിത്ത് ഗോഡ്ലിനെസ് വിച്ച് ഇൻ ഇറ്റ് സെൽഫ് ഈസ് എ മെഡിസിൻ. വേറൊരു മരുന്ന് കഴിക്കണ്ട, അതിനെ മതി. അതുകൊണ്ടാണ് ഭഗവാൻ ഔഷധം എന്നുള്ള പേര് വരാൻ കാരണം. ലളിതാ സഹസ്രനാമത്തിൽ 2-3 ദിക്കിൽ ഈ പരാമർശം കാണാം. സർവവ്യാധി പ്രശമനീ സർവമൃത്യുനിവാരിണി. സർവവ്യാധി പ്രശമനീ, അതിൻ്റെ അർത്ഥം എല്ലാ വ്യാധികൾക്കും പ്രശമനം ഉണ്ടാക്കുന്നവൾ, ശാന്തി ഉണ്ടാക്കുന്നവൾ. സർവവ്യാധി പ്രശമനീ സർവമൃത്യുനിവാരിണി. രണ്ടാമത്തെ കുറച്ചും കൂടി ഫിലോസോഫിക്കലായിട്ട് പോവാണ് ലളിതാ സഹസ്രനാമക്കാരൻ. ഭാവജ്ഞാ ഭവരോഗഗ്നി ഭവചക്രപ്രവർത്തിനി. ഭാവജ്ഞ ഭവരോഗഗ്നി. ഭവരോഗത്തിനെ അഗ്നി ചെയ്യുന്നവൻ, നശിപ്പിക്കുന്നവൻ. ഘന എന്ന് വെച്ചാൽ നശിപ്പിക്കാം. ഭവരോഗം എന്ന് പറയുന്നതാണ് സംസാര രോഗം. ഭവസാഗരം എന്നൊക്കെ പറയില്ലേ, സംസാരം. ഭവ മീൻസ് സംസാരം. അപ്പോൾ സംസാര രോഗത്തിനെ നശിപ്പിക്കുന്നവൾ ഭാവജ്ഞ ഭവരോഗഗ്നി. ഭവരോഗം നശിപ്പിക്കുന്നവൾ. മൂന്നാമത്തെ ദിക്കിൽ ജന്മമൃത്യുജരാ തൃപ്ത ജനനീ വിശ്രാന്തിദായിനി. ജന്മമൃത്യുജരാ തപ്ത. ജന്മമൃത്യുജര ഇല്ലാതെയാക്കുന്നു. ജനനീ തപ്ത ജനവിശ്രാന്തിദായിനി. അതായത് ജന്മമൃത്യുജരാ തപ്ത. ഈ ജന്മമൃത്യുജരയിൽ നിന്നുണ്ടാകുന്ന ചൂട്, ജനങ്ങളിൽ ഉണ്ടാകുന്ന ചൂട് വിശ്രാന്തിദായിനി, വിശ്രാന്തി തരുന്നു അർത്ഥം. ജന്മത്തിൽ നിന്നും മൃത്യുവിൽ നിന്നും ഒരു വിശ്രാന്തി തരുന്നു ഭഗവാൻ, ശാന്തിയായിട്ടിരിക്കാൻ. ഇതുവരെയൊന്നും നിങ്ങളെ ബാധിക്കില്ല. ജന്മവും മൃത്യുവും ജരയൊന്നും നിങ്ങളെ ബാധിക്കാത്തൊരവസ്ഥയിലേക്ക് അമ്മ നമ്മളെ എത്തിക്കുന്നു. ദുഃഖാഗ്നി സംസാര വിശ്രാന്തി എന്നർത്ഥം. ജന്മമൃത്യു ജരാതപ്ത ജനവിശ്രാന്തിദായനി. അപ്പോൾ ലളിതാ സഹസ്രനാമത്തിലും ദേവിയും ഔഷധം തന്നെയാണ്. ഇവിടെ ഗുരുവായൂരപ്പനും ഔഷധം തന്നെയാണ്, വിഷ്ണു ഔഷധം തന്നെയാണ്. അപ്പോൾ
ഭീഷ്മർ പ്രാന്ത് വിളിച്ച് പറഞ്ഞതല്ല എന്നർത്ഥം. ശാസ്ത്ര അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഭഗവാൻ ഔഷധമാണ്, അതുകൊണ്ട് മുറുകെ പിടിച്ചോളാം. ആദ്യം തീരും, വ്യാധിയും തീരും, എല്ലാം തീരും, എല്ലാം ഒറ്റയടിക്ക് തീരും. പിന്നെ ഒരു ഹോസ്പിറ്റലൈസേഷന് വേണ്ടി വരില്ല. ഇവിടുന്ന് വേഗം ഡിസ്ചാർജ് ചെയ്ത് പോവാം. അല്ലെങ്കിൽ അവിടെ കിടന്നിങ്ങനെ ഈ ആസ്പത്രി ജീവിതമായിട്ട് ഇങ്ങനെ ജീവിച്ചോളാം. മനസ്സിലായില്ലേ? അതാണ്. അപ്പോൾ തൽക്കാലം ഇന്ന് നമുക്ക് നിർത്താം. ഔഷധി എന്നുള്ള നാമത്തോടു കൂടി അടുത്ത നാമം നമുക്ക് നാളെ കാണാം. അപ്പം എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ, ഗുരുവായൂരപ്പ, രക്ഷിക്കണേ ഭവാനി.